ഹലോ, വെൽക്കം ടു ഓർക്കിഡ് വില്ല. നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സ് നമ്മൾ നടുന്നത് ഒന്നെങ്കിൽ ചകിരിയിൽ, അല്ലെങ്കിൽ മടലിൽ, അല്ലെങ്കിൽ ഇത് കരിയിലൊക്കെ ആണല്ലോ നമ്മുടെ ഇത് നടുന്നത്. ഇപ്പോൾ ഓർക്കിഡ് നമ്മൾ പ്ലാന്റ് നടുന്നത് നമ്മൾ അത് മണ്ണിൽ നടാറില്ലല്ലോ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? മണ്ണിൽ നമ്മൾ ഓർക്കിഡ് പ്ലാന്റ്സ് നടാറില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് മണ്ണിൽ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സ് നടാത്തത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയല്ല, കേരളമല്ല. ഇതിൻ്റെ ജന്മദേശം പുറം രാജ്യത്ത് നിന്ന് വന്ന പ്ലാന്റാണിത്. അതായത് തൈവാനിൽ നിന്നാണ് നമ്മൾ ഈ പ്ലാന്റ് എല്ലാം ഇങ്ങോട്ട് ഇറക്കുന്നത്. ഇവിടുത്തെ കാലാവസ്ഥയായി നമ്മളിത് യോജിപ്പിച്ച് നമ്മൾ വളർത്തിയെടുക്കുന്ന പ്ലാന്റാണ് ഇതെല്ലാം. ഓർക്കിഡ് പ്ലാന്റ്സ് കൂടുതലായും അതിനാവശ്യമായുള്ള വെള്ളവും വളവും എല്ലാം വലിച്ചെടുക്കുന്നത് നമുക്കറിയാം 3 പാർട്സിലൂടെയാണ്. അതായത് ലീഫ്, തണ്ട്, വേര്, അങ്ങനെ 3 മീഡിയയിലൂടെയാണ് അത് അതിന് വേണ്ടതായ വെള്ളവും വളവും എല്ലാം വലിച്ചെടുക്കുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഇത് നോക്കി, ഇതാണ് ഓർക്കിഡിൻ്റെ ഒരു പ്രത്യേകത. കണ്ടോ, ഓർക്കിഡിൻ്റെ വേര് നോക്കി പുറത്ത് വന്നിരിക്കുന്നതുണ്ടോ? ഓർക്കിഡിൻ്റെ വേരെല്ലാം അതിനാവശ്യം എയർ സർക്കുലേഷൻ വേണം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിൻ്റെ വേര് എയർ സർക്കുലേഷന് വേണ്ടി എപ്പോഴും അടിയിലോട്ടല്ല, അത് മേലിലേക്കാണ് മൂവ് ചെയ്യുന്നത്. മണ്ണിലാവുമ്പോൾ ഇതിന് നമ്മൾ ഇപ്പം ഇതാവുമ്പോൾ ഇത് കണ്ടോ, ഇതിന് എയർ സർക്കുലേഷൻ നമ്മൾ ഇതുപോലുള്ള പോട്ടുകളിൽ നടണമെന്ന് പറയാൻ കാര്യം നമ്മുടെ ഈ വേരിന് എയർ സർക്കുലേഷൻ്റെ ആവശ്യമുണ്ട്. എയർ സർക്കുലേഷൻ ആവശ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള പോട്ടുകളിൽ നമ്മൾ ഓർക്കിഡ് നടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൂടെ എയർ ഇതിലോട്ട് കയറി, അതായത് എയർ എന്ന് പറയുമ്പോൾ പ്രകൃതിയിൽ നമുക്കുള്ളത് അതിന് ന്യൂട്രീഷ്യൻസും അതിന് വേണ്ടതായ വെള്ളവും ജലാംശവും എല്ലാം വലിച്ചെടുക്കുന്ന ഈ വേരിലൂടെയാണ്. അപ്പോൾ ആ വേര് മണ്ണിലാവുമ്പോൾ നമ്മൾ നടുവാണ്. ഇപ്പോൾ നമ്മൾ ഈ ചകിരിയിലൊക്കെ നടുമ്പോൾ അതിന് എയർ സർക്കുലേഷൻ കിട്ടാനുള്ള രീതിയിലാണ് നമ്മൾ ലെയറായിട്ടൊക്കെയാണ് നടുന്നത്. അതെല്ലാവർക്കും അറിയാമല്ലോ. പോട്ടിങ്ങിൻ്റെ ഒക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ പോട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ഓർക്കിഡിൻ്റെ ഇതെല്ലാം മേളിലിങ്ങനെ വെച്ച് വേര് കാണത്തക്ക രീതിയിലും ഒക്കെയാണ് നമ്മൾ പോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ പോട്ട് ചെയ്ത് വെക്കുമ്പോൾ ഇതിന് എയർ സർക്കുലേഷൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ വേരുകളെല്ലാം പെട്ടെന്ന് മൂവിങ് ആവും. മൂവ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ പ്ലാന്റ് പെട്ടെന്ന് പിടിച്ചു കിട്ടി ഹെൽത്തി ആയിട്ടൊക്കെ പിടിച്ചു കിട്ടും. മണ്ണിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മണ്ണിൽ നമ്മളിത് നടുമ്പോൾ നമ്മുടെ വേരിന് മൂവ് ചെയ്യാൻ, അതായത് എയർ സർക്കുലേഷൻ കിട്ടില്ല. മണ്ണിലാവുമ്പോൾ നമ്മുടെ വേര് അടഞ്ഞു പോകും. അപ്പോൾ എയർ സർക്കുലേഷൻ കിട്ടാണ്ട് വരുമ്പോൾ മണ്ണിൽ നടുമ്പോൾ നമ്മുടെ പ്ലാന്റിന് ഗ്രോത്ത് വരില്ല. അതായത് വെള്ളമൊക്കെ കിട്ടാണ്ട് വരും. അത് വെള്ളം വലിച്ചെടുക്കുന്ന വേരിലൂടെയൊക്കെ ആണല്ലോ. അപ്പോൾ കൂടുതലും വേരിലൂടെ വലിച്ചെടുക്കുമ്പോൾ മണ്ണിൽ നിന്ന് വേരിൽ വെള്ളം വലിച്ചെടുക്കാണ്ടൊക്കെ പറ്റാതെ വരുമ്പോൾ നമ്മുടെ പ്ലാന്റ് അതായത് ഉണങ്ങിപ്പോകാനും നശിഞ്ഞു പോകാനൊക്കെ കൂടുതൽ സാധ്യതയുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അതായത് നമ്മുടെ ഇതിന് റൂട്ടിന് എയർ സർക്കുലേഷൻ അത്യാവശ്യമാണ്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. ഞാൻ വേറെ കാണിച്ചു തരാം. ഇത് കണ്ടോ, റൂട്ട് നോക്കി. ഈ ഒരു തണ്ടിൽ നിന്നും റൂട്ട് വന്നിരിക്കുന്നത് കണ്ടോ. ഈ റൂട്ടിൽ നോക്കി, ഇത് നമ്മൾ വല്ല മീഡിയനും വെച്ച് കൊടുത്തിട്ടാണോ? അല്ല, അതിന് ഒരു മീഡിയൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിന് മീഡിയൻ്റെ ഒരാവശ്യമില്ല. കണ്ടോ, ഇത് പിടിച്ച് വന്നേക്കുന്നൊക്കെ വേര് കണ്ടോ, വേര് പുറത്തേക്ക് ചാടി വന്നേക്കുന്നത് കണ്ടോ. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. കണ്ടോ, ഈ പച്ച ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വേരിൻ്റെ ഹെൽത്തി ആണെന്ന് നോക്കാനുള്ള ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കണ്ടോ, ഇത് നോക്കി, കണ്ടോ, നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഇത്. കണ്ടോ, ഹെൽത്തി റൂട്ട്സ് ആണ് ഇതെല്ലാം. കണ്ടോ, അപ്പോൾ
നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിന് ഏതൊരു മീഡിയൻ ആയാലും കുഴപ്പമില്ല, അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഫെലനോപ്സിസ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അതിനും നമ്മളിപ്പോൾ ചിലർ കണ്ടിട്ടില്ലേ ഈ വുഡിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ പുതിയ ട്രെൻഡാണല്ലോ വുഡിൽ, മരത്തിൽ, മറ്റേ ഇതിലുള്ള മരങ്ങളിൽ PVC പൈപ്പിലൊക്കെ അതും പിടിച്ചു കിട്ടുന്നില്ലേ? നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യം നമ്മുടെ ഓർക്കിഡിൻ്റെ റൂട്ടാണ്. ഈ റൂട്ടിലൂടെയാണ് നമ്മുടെ പ്ലാന്റ് ഹെൽത്തി ആവുകയെല്ലാം ചെയ്യുന്നത്. അപ്പോൾ റൂട്ട് ഡാമേജ് ആകാതെ നമ്മൾ ശ്രദ്ധിക്കുക. മണ്ണിൽ നടുമ്പോൾ നമ്മുടെ ഓർക്കിഡിൻ്റെ റൂട്ടിന് എയർ സർക്കുലേഷൻ ഉണ്ടാകില്ല, കിട്ടില്ല. മണ്ണിൻ്റെ പ്രത്യേകത അതാണ്. നമ്മുടെ മണ്ണിൻ്റെ പ്രത്യേകത അതായതുകൊണ്ടാണ് നമ്മൾ ഇത് മാറ്റി മണ്ണിൽ നടാതെ വെക്കുന്നത്. എയർ സർക്കുലേഷൻ നമ്മുടെ റൂട്ടിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് ഡെഡ് ആകാനുള്ള സാധ്യത ഉണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ? എനിവേ, എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ. എൻ്റെ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ഓരോരുത്തർ വിളിക്കുന്നുണ്ട്, ഞാൻ അവർക്ക് അവരുടെ സംശയങ്ങൾ തീർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. പിന്നെ നമ്മുടെ കോംബോ ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിമാൻഡ് ഉള്ളത് കൊണ്ട് നമ്മൾ നിർത്തിയിട്ടില്ല, കോംബോ ഓഫർ നിർത്തിയിട്ടില്ല. അതായത് 10 പ്ലാൻസിന് നമ്മൾ 1200 പ്ലസ് CC, പിന്നീട് 5 പ്ലാൻസിന് നമ്മൾ 650 പ്ലസ് CC ആണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വേണ്ടവർ കോംബോ ഓഫറിൽ നമ്മുടെ ഡെൻഡ്രോബിയം സീഡ്ലിങ്സ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫ്ലവേഴ്സിൻ്റെ പിക്ക് ഇട്ട് തരാം. അങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നിർത്തട്ടെ. പിന്നെ നിർത്തുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നീട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക, അവർക്കും കൂടി അവരൊന്ന് കാണട്ടെ, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിയട്ടെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. Okay, thank you.